ജില്ലകൾക്കിടയിലെ ഏറ്റവും ചെറിയ ജില്ല. ആലപ്പുഴ ജില്ലയിലെ റോഡ് വികസനത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഈ പാതയിലൂടെ കടന്നു പോകുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ ഗേറ്റിന് തൊട്ടടുത്ത് എത്തിച്ചേരാം. സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് ഈ റെയിൽവേ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. പലപ്പോഴും ദീർഘനേരമാണ് റെയിൽവേ ഗേറ്റുകൾ അടച്ചിടുന്നു. രണ്ടുവരി പാത വരുമെന്ന റെയിൽവേയുടെ വാഗ്ദാനത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. രണ്ടുവരി പാത വരുന്നതോടുകൂടി ആലപ്പുഴ ജില്ലയിലെ ഈ ഭാഗങ്ങളിലെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെടും. അപ്പോഴും ഇവിടെ മേൽപ്പാലം എന്നത് ഒരു സ്വപ്നം മാത്രമായിരിക്കും. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിൽ ഒരു റെയിൽവേ മേൽപ്പാലം ഉണ്ടെങ്കിലും ആലപ്പുഴയിലെ നഗരത്തിൽ ഇതുവരെ മേൽപ്പാലത്തെക്കുറിച്ച് റെയിൽവേ പോലും ചിന്തിച്ചിട്ടില്ല. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലേക്കും ആലപ്പുഴയിലെ ഏറ്റവും തിരക്കാർന്ന ബീച്ചിലേക്ക് എത്തണമെങ്കിലും ഈ റെയിൽവേ ഗേറ്റ് കടന്നേ തീരൂ. തിരക്കുകൾക്ക് ദിനംപ്രതി വർധനവുള്ള ഈ ഭാഗത്ത് ഒരു റെയിൽവേ മേൽപ്പാലം ആവശ്യമാണ്. വാഹനം ചിട്ടയായി കടന്നു പോകാത്തതും ഇവിടെ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. വേണ്ട രീതിയിലുള്ള ട്രാഫിക് സംവിധാനങ്ങൾ ഏർപ്പെടുത്താത്തത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇവിടെ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നത്. ആലപ്പുഴയുടെ തൊട്ടടുത്ത് കിടക്കുന്ന കൊച്ചിയിൽ പോലും നിരവധി മേൽപ്പാലങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ആലപ്പുഴയ്ക്ക് പലപ്പോഴും അവഗണനകൾ ഉണ്ടാകുന്നത്? പലപ്പോഴും അവഗണിക്കുന്നത് അധികാരികൾ തന്നെയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇന്നും കാണുന്നത്. വികസനം എങ്ങും എത്താത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വികസനങ്ങൾ ആലപ്പുഴയെ തേടി എത്തിയാലും അത് വേണ്ട രീതിയിൽ നടത്തേണ്ടത് അധികാരികൾ തന്നെയാണ്. ക്യാമറാമാൻ അൻസിലിനോടൊപ്പം സജീർ, ആലപ്പുഴ.